ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ സംഭവിക്കുന്നതെന്ത്? ഡി എം കെ കനത്ത തിരിച്ചടിയെയാണോ നേരിടാൻ പോകുന്നത്? ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഡി എം കെയുടെ കൂടി സർവേയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിഷയം പരിശോധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയാൽ ആകെയുള്ള 39 സീറ്റുകളിൽ 38 സീറ്റും ഡി എം കെ സഖ്യമാണ് കഴിഞ്ഞ തവണ തമിഴ്നാട്ടിൽ നേടിയത്. ഇതിൽ ഡി എം കെ 24, കോൺഗ്രസ് 8, സി പി ഐക്ക് 2 സീറ്റും സി പി എമ്മിന് 2 സീറ്റും വി സി കെ എന്ന പാർട്ടിക്ക് 1 സീറ്റും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 1 സീറ്റുമാണ് ലഭിച്ചത്. എൻ ഡി എയുടെ ഭാഗമായിരുന്നു എ ഐ ഡി എം കെ. അങ്ങനെ എ ഐ ഡി എം കെക്ക് 1 സീറ്റാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ ബി ജെ പിക്ക് 1 സീറ്റ് പോലും തമിഴ്നാട്ടിൽ ലഭിച്ചിരുന്നില്ല. ഇത്തവണത്തെ സാഹചര്യം എന്താണ്? തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ കേരളത്തിനൊപ്പം തന്നെ പൂർത്തിയായപ്പോൾ എന്താണ് തമിഴ്നാട്ടിൽ സംഭവിച്ചത് എന്ന് ഡി എം കെ തന്നെ ഒരു ആഭ്യന്തര പരിശോധന ഒരു സർവേ നടത്തിയിരുന്നു. അതിൻ്റെ റിപ്പോർട്ടാണ് ഫലത്തിൽ ഞെട്ടിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഡി എം കെ ചില സീറ്റുകളിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടക്കുന്നത് എന്നാണ്. അതായത് പൊതുവെ രാജ്യത്താകമാനം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നൊക്കെ ഒരു ട്രെൻഡിലേക്ക് സംസാരങ്ങൾ പോകുമ്പോൾ അതെത്രത്തോളം വാസ്തവമെന്നത് മറ്റൊരു വിഷയം. പക്ഷേ അത്തരം വാർത്തകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തമിഴ്നാട്ടിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നതാണ് ഡി എം കെയുടെ ആഭ്യന്തര പരിശോധനാ ഫലം മനസ്സിലാക്കുന്നത്. ആകെയുള്ള 39 സീറ്റിൽ 32 സീറ്റിൽ പക്ഷേ വൻ ഭൂരിപക്ഷം പറയുന്നുണ്ട്. 7 സീറ്റിൽ കനത്ത മത്സരമാണ് നടക്കുന്നത് എന്നാണ് ഡി എം കെയുടെ ആഭ്യന്തര സർവേ ഫലം. 1 സീറ്റിൻ്റെ കാര്യത്തിൽ അത്ര ഉറപ്പൊന്നുമില്ല. അതായത് 1 സീറ്റ് വേണമെങ്കിൽ തോക്കാം എന്നും ഡി എം കെയുടെ സർവേ പറയുകയാണ്. അതായത് കഴിഞ്ഞ തവണ 39-ൽ 38 സീറ്റും നേടി രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് വലിയ പിന്തുണ നൽകിയ ഡി എം കെ ഇത്തവണ അത്രത്തോളം എത്തുമോ എന്ന സംശയം തന്നെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏപ്രിൽ 19-ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ചാണ് ഡി എം കെ ഇങ്ങനെയൊരു സർവേ നടത്തിയത് എന്നാണ് എടുത്ത് പറയാൻ കഴിയുന്നത്. ഈ 7 സീറ്റുകളെക്കുറിച്ചും ഡി എം കെ പറയുന്നുണ്ട്. തേനി, തിരുനെൽവേലി, തിരുച്ചിറപ്പള്ളി, പൊള്ളാച്ചി എന്നിവ ഉൾപ്പെടെയാണ് ഈ 7 മണ്ഡലങ്ങൾ എന്നാണ് പറയുന്നത്. ജയസാധ്യത കുറവ് ഉള്ള ഒരു മണ്ഡലം ഏതാണെന്ന് അവർ പറയുന്നില്ല. ഒരുപക്ഷെ കള്ളക്കുറിച്ചിയോ ധർമ്മപുരിയോ ആകാമെന്നാണ് സൂചനകൾ വരുന്നത്. ഈ 2 മണ്ഡലത്തിലും ഏതാണ്ട് 80% പോളിംഗ് ഉണ്ടായിരുന്നു. പി എം കെ നേതാവ് അൻപുമണി രാംദാസിൻ്റെ ഭാര്യ സൗമ്യ അൻപുമണി മത്സരിച്ച ധർമ്മപുരി ശക്തമായ ത്രികോണ മത്സരം നടന്നൊരു മണ്ഡലമായാണ് തമിഴ്നാട്ടിൽ വിലയിരുത്തപ്പെടുന്നത്. ഇത്തവണ ഏതാണ്ട് 69.72% പേരാണ് വോട്ട് ചെയ്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെക്കാട്ടിൽ തമിഴ്നാട്ടിലും പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ 72% പോളിംഗ്. യഥാർത്ഥത്തിൽ എന്താണ് തമിഴ്നാട്ടിൽ സംഭവിച്ചത്? ഇത്ര ശക്തമായൊരു മത്സരം 7 സീറ്റിൽ നടന്നുവെന്ന് ഡി എം കെ തന്നെ വിലയിരുത്തുമ്പോൾ ഡി എം കെയുടെ ഒരു ആഭ്യന്തര ഭയം എന്ന് തന്നെ അതിനെ വിലയിരുത്താം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബി ജെ പിയുടെ അണ്ണാമലൈ കഴിഞ്ഞ കുറേ നാളുകളായി തമിഴ്നാട്ടിൽ നടത്തുന്ന നീക്കങ്ങൾ അത് ഫലം കണ്ടു എന്ന സൂചനകളാണോ തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വരുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇത്തവണ എ ഐ ഡി എം കെ ബി ജെ പിയുമായി ചേർന്നൊരു അലയൻസ് അല്ല തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അണ്ണാമലൈ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന് വലിയൊരു ഓളം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആ ഓളം വോട്ടായി മാറുകയും ചില സീറ്റുകൾ ഈ ബി ജെ പി സഖ്യം നേടുമോ എന്നുള്ള സംശയമാണ് അവിടെ നിന്ന് ഉയർന്നു വരുന്നത്. നമുക്കറിയാം ബി ജെ പിയെ സംബന്ധിച്ച് അണ്ണാമലൈ നടത്തുന്ന പ്രചരണങ്ങൾ, അണ്ണാമലയ്ക്ക് ഒരു വാർത്താ പ്രാധാന്യം തമിഴ്നാട്ടിലും ലഭിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡി എം കെ ഫയൽസ് എന്ന പേരിൽ ഡി എം കെയുടെ നേതാക്കൾക്കെതിരെ ഉയർത്തുന്ന അഴിമതി ആരോപണങ്ങൾ ചിലതെല്ലാം അത് പാളിപ്പോയെങ്കിലും സെന്തിൽ ബാലാജി എന്ന തമിഴ്നാട് മന്ത്രിസഭയിലെ മന്ത്രി, അത് ഈ സ്റ്റാലിൻ കാലത്തല്ല അദ്ദേഹത്തിൻ്റെ അഴിമതി നടന്നതെങ്കിൽ പോലും അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അത് ഇ ഡി അറസ്റ്റിനെ തുടർന്നാണ്. ഇതാണ് അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ അദ്ദേഹം തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി പലതവണ
ജാമ്യം നേടാനുള്ള ശ്രമം നടത്തിയെങ്കിലും കോടതിയിൽ നിന്ന് ശക്തമായ തിരിച്ചടി നേരിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി തമിഴ്നാട്ടിൽ അല്പം സക്സസ് ആയി. ഡൽഹിയിലും പല നേതാക്കളും ഇപ്പോഴും അകത്തു കിടക്കുന്നുണ്ടെങ്കിൽ പോലും, കെജ്രിവാളിന് പുറത്തിറങ്ങി വന്നു എങ്കിൽ പോലും തമിഴ്നാട്ടിലെ സ്ഥിതി വിശേഷം അങ്ങനെയല്ല എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് മറ്റു പല രാഷ്ട്രീയ വിശകലനങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങളും അതും ഡി എം കെക്ക് തിരിച്ചടിക്ക് കാരണമാകുമോ എന്ന സംശയമാണ് ഡി എം കെയുടെ ഈ സർവേ ഫലം വിശദീകരിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എം കെ സ്റ്റാലിൻ്റെ മകൻ ആയ ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സനാതന ധർമ്മത്തിനെതിരെ നടത്തിയ പരാമർശം അത് ഇന്ത്യ മുന്നണിയെ ആകെ ഉലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തിരുത്തി പറയേണ്ട നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു. അതിന് പിന്നാലെ സെന്തിൽ കുമാർ എന്ന ഡി എം കെ എം പി അദ്ദേഹം നടത്തിയ പരാമർശം, ഗോമൂത്ര സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ബി ജെ പിക്ക് നേട്ടമുണ്ടാകുക, തമിഴ്നാട്ടിൽ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം നടത്തിയ പരാമർശം അത് ബി ജെ പി വലിയ തോതിൽ ആയുധമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഗോമൂത്ര സംസ്ഥാനങ്ങളെന്ന് ബാലാജി സെന്തിൽ കുമാർ അധിക്ഷേപിച്ചത് അത് ബി ജെ പി ഭരിക്കുന്ന ഹിന്ദി ഹൃദയഭൂമിയെക്കുറിച്ചാണ് എന്ന പ്രത്യാരോപണം ഉന്നയിച്ചുകൊണ്ട് ഫലത്തിൽ ഡി എം കെ സമ്മർദ്ദത്തിലാക്കാനും ബി ജെ പി എൻ ഡി എ അലയൻസിന് അന്ന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണോ എന്നുള്ളതും തമിഴ്നാട്ടിൽ സംഭവിച്ചത് എന്നുള്ളതും പരിശോധിക്കേണ്ടതുണ്ട്. അതായത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ കുറേ കാലമായി ഒരു ശക്തമായ പ്രതിപക്ഷമില്ലാത്ത സ്ഥിതിവിശേഷമായിരുന്നു. അതായത് സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഡി എം കെ അല്ലെങ്കിൽ എ ഡി എം കെ എന്ന നിലയിൽ മാറി മാറിയുള്ള ഭരണവും മറ്റും തുടർന്ന് വന്നിരുന്ന തമിഴ്നാട്ടിൽ എ ഡി എം കെ ജയലളിതയുടെ മരണത്തോടുകൂടി ആ പാർട്ടി ഏതാണ്ട് പൂർണ്ണമായും തകർച്ചയിലെത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇത്തവണ അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കൊപ്പം ചേർന്നൊരു അലയൻസ് ഉണ്ടാക്കിയതാണ് തിരിച്ചടി എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തവണ അവർ ഒരുപക്ഷെ എസ് ഡി പി യുമായൊക്കെ ചേർന്നുകൊണ്ടുകൂടിയാണ് മത്സരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ തമിഴ്നാട്ടിൽ ആ മുന്നണി നേതൃത്വത്തിൽ, അതായത് എ ഡി എം കെ നേതൃത്വത്തിൽ ശക്തമായൊരു നേതാവില്ലാത്തത്, അതായത് ഇപ്പോൾ എടപ്പാടി പളനിസ്വാമിയൊക്കെ ഉണ്ട്, പനീർസെൽവമുണ്ട്, പക്ഷേ അവരൊന്നും ഡി എം കെയുടെ സ്റ്റാലിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവായി ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് തമിഴ് രാഷ്ട്രീയത്തിൽ എ ഡി എം കെ നേരിടുന്ന കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെയാണ് ബി ജെ പിയുടെ സാന്നിധ്യം ഏറ്റവും ശ്രദ്ധേയമായി തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര തവണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ, ഒരുപക്ഷെ കേരളത്തിൽ വന്നതിലും കൂടുതൽ തമിഴ്നാട്ടിൽ പല മണ്ഡലങ്ങളിലും അവർക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ എത്തുകയും പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തമിഴ്നാട്ടിനെ സംബന്ധിച്ച് ഒരു നേതാവ് അങ്ങനെ, അതായത് ഡി എം കെ വിരുദ്ധരായ ഒരു വിഭാഗം വോട്ടർമാരുണ്ട്. ആ വോട്ടർമാരെ തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ബി ജെ പി അവിടെ നടത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് സനാതനധർമ്മത്തിനെതിരായ വികാരമൊക്കെ ബി ജെ പി ദേശീയ തലത്തിൽ ആളിക്കത്തിച്ചു. മാത്രവുമല്ല, രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ രാമേശ്വരം ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം നടത്തിയ പ്രാർത്ഥനകളും മറ്റും തമിഴ് ജനതയ്ക്കിടയിൽ വലിയ ചർച്ചയായതാണ്. ഒപ്പം തന്നെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉണ്ടാക്കിയപ്പോൾ അവിടെ ചെങ്കോൽ സ്ഥാപിക്കാൻ അദ്ദേഹം നടത്തിയ നീക്കം അതും തമിഴ് രാഷ്ട്രീയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ളതായിരുന്നു. അങ്ങനെ ബി ജെ പിക്ക് തമിഴ്നാട്ടിലൊരു വേരോട്ടമുണ്ടാക്കാൻ, ബി ജെ പിയോടുള്ള ഒരു അസ്പൃശ്യത മാറ്റിയെടുക്കാൻ, തമിഴ് രാഷ്ട്രീയത്തിലെ വളരെ നിർണായകമായ ഘടകങ്ങൾ ഉപയോഗിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നതാണ് കഴിഞ്ഞ കുറേ കാലമായി തമിഴ്നാട്ടിൽ നടത്തിയ ഓപ്പറേഷൻസിന് പിന്നിൽ നരേന്ദ്രമോദി ലക്ഷ്യം വെച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെയാണ് ഇപ്പുറത്ത് അണ്ണാമലൈ എന്ന ഒരു സംസ്ഥാന അധ്യക്ഷൻ, മുൻ IPS ഉദ്യോഗസ്ഥൻ കൂടി ആ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു കളിക്കുമ്പോൾ ഒരു പ്രതിപക്ഷമാകാൻ അവിടെ ബി ജെ പിക്ക് സാധിച്ചോ എന്നുള്ള ചോദ്യമാണ് ഡി എം കെയുടെ ഈ സർവേ പരിശോധിക്കുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടി വരിക. എന്തായാലും 7 സീറ്റ് പോയിട്ട് 1, 2, 3 സീറ്റ് ബി ജെ പി ജയിച്ചാൽ പോലും അതൊരു വലിയ ചരിത്രമാകും തമിഴ് രാഷ്ട്രീയത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അണ്ണാമലയിലൂടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലൂടെ ദേശീയ രാഷ്ട്രീയത്തെ അകറ്റി നിർത്തിയിരുന്ന, അതായത് കോൺഗ്രസ്സിന് നേരത്തെ
സാധ്യത ഉണ്ടായിരുന്ന സ്ഥലമാണ് അവിടെ. ഇപ്പോഴും DMKയോട് ചേർന്നുകൊണ്ടാണ് അവർ അത്രയും സീറ്റ് 8 സീറ്റോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിടിച്ചത്. അതിനപ്പുറത്തേക്ക് ആ, ഈ ഈ മറ്റൊരു ദേശീയ പാർട്ടിയെ, പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ ബന്ധമുള്ള ആഴത്തിൽ വേരുകളുള്ള ഒരു പാർട്ടിയെ സ്വീകരിക്കാൻ തമിഴ് ജനത തയ്യാറെടുക്കുമോ എന്നുള്ളതാണ്. അതായത് ഈ ദ്രാവിഡ പാർട്ടികളെ അവഗണിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ BJPക്ക് നേട്ടം കൊയ്യാൻ കഴിയുമോ? ഒരു 2-3 സീറ്റ് പോലും നേട്ടമായി തന്നെ വിലയിരുത്തേണ്ടി വരും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.